നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് മെൻസുറേഷൻ്റെ 3D ആണ്, 3 ഡയമെൻഷനാണ്. നമ്മൾ ഓൾറെഡി മെൻസുറേഷൻ 2D എടുത്തു കഴിഞ്ഞതാണ് അല്ലേ. സോ അതിൻ്റെ 3 ഡയമെൻഷൻ. സോ 2Dയിൽ നിന്ന് 3D എന്താ വ്യത്യസ്തമാക്കുന്നത്? നമുക്കിവിടെ ലൈക്ക് സ്ക്വയർ ടൈപ്പുള്ള രൂപങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ നമുക്കവിടെ ഹൈറ്റ് കൂടെ വരും. ഹൈറ്റ് എന്നൊരു ഘടകം കൂടെ വരും. അതായത് ഒരു വേരിയബിൾ കൂടെ നമുക്കിവിടെ ആഡ് ആവും. മാത്രമല്ല നമ്മൾ 2Dയിൽ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ്? പെരിമീറ്ററും ഏരിയയും ആണെങ്കിൽ ഇവിടെ എന്തും കൂടെ ആഡ് ആവുക, ഇവിടെ നമുക്ക് വോളിയം എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ആയി വരും. ശരി, നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് വൺ, നമ്മൾ ക്യൂബ് എന്താണെന്നാണ് പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പറയാം ക്യൂബ് എന്താണ്? എല്ലാ സൈഡും ഒരുപാടുള്ള ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ക്യൂബ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഒരു സ്ക്വയറിന് അതിന് അതേ ഹൈറ്റ് കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ക്യൂബ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? എ തന്നെയായിരിക്കും. ഓക്കെ, എല്ലാ സൈഡും എന്തായിരിക്കും? എ തന്നെയായിരിക്കും. വിച്ച് മീൻസ് ഇവിടെ കാണുന്ന എല്ലാ ലൈൻസും ഒരേ സ്ട്രക്ചർ ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ക്യൂബ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ക്യൂബിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ളതാണ്. സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് പറയുന്നത്? 6 ഇൻറ്റു സൈഡ് സ്ക്വയർ അല്ലെ, സൈഡിൻ്റെ സ്ക്വയർ. അത് ഞാൻ ഇങ്ങനെ എഴുതുന്നു. നമുക്ക് എ എന്നാണ് ഒരു സൈഡിനെ അല്ലെങ്കിൽ ഒരു ലൈനിനെ നമ്മൾ കാണിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് 6a സ്ക്വയർ. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണടാ? അതിൻ്റെ ഏരിയ ആണ് അല്ലെ. ഒരു പ്ലെയിൻ, ഒറ്റൊരു പ്ലെയിനിൻ്റെ ഏരിയ ആണ് നമ്മൾ എന്ത് വിളിക്കുക? എ ഇൻറ്റു എ അല്ലെങ്കിൽ എ സ്ക്വയർ. അങ്ങനത്തെ എത്ര സൈഡുകളുണ്ട്? ഒരു ഫേസ് അല്ലെ, ഒരു ഫേസിൻ്റെ ഏരിയക്കാണ് നമ്മൾ എ സ്ക്വയർ എന്ന് വിളിക്കുക. അങ്ങനെ എത്ര ഫേസുകളുണ്ട് ഒരു ക്യൂബിന്? 6 ഫേസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 6 ഇൻറ്റു എ സ്ക്വയർ എന്ന് വിളിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി വോളിയം എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താണ്? നേരത്തെ പോലെ തന്നെ ഒരു സൈഡിൻ്റെ ഒരു ഭാഗം, നമ്മുടെ ഈ താഴെ കാണുന്ന സ്ട്രക്ചർ, താഴെ കാണുന്ന ഈ ഒരു ഭാഗം മാത്രം ഏരിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? അതിനെ എ സ്ക്വയർ എന്ന് വിളിക്കാം അല്ലെ, എ സ്ക്വയർ എന്ന് വിളിക്കാം. ഇനി ഇതേ ഹൈറ്റിലാണല്ലോ നമുക്ക് ഇതിനോട് ആഡപ്പ് ആവുന്നത്. സോ അവിടെ എന്തും കൂടെ വരുന്നുണ്ട്? ഒരു എ കൂടെ വരുന്നുണ്ട്. വിച്ച് മീൻസ് അതിന് എന്ത് വരയ്ക്കുന്നത്? എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൻ്റെ ഏരിയ ആണ്, അതിൻ്റെ കൂടെ ഒരു എ കൂടെ ചെയ്യും, വിച്ച് ഈസ് എ ക്യൂബാണ്. എന്താണ് മക്കളെ? എ ക്യൂബാണ്. സോ നമ്മൾ എന്ത് പഠിച്ചു? സർഫസ് ഏരിയ പഠിച്ചു, ടോട്ടൽ സർഫസ് ഏരിയ പഠിച്ചു, അതുപോലെ തന്നെ എന്ത് പഠിച്ചു? വോളിയം പഠിച്ചു. ഇനി ഡയഗണൽ. ഓക്കെ, ഡയഗണൽ എങ്ങനെയാണ് കാണുക? ഓക്കെ, √3 ഇൻറ്റു സൈഡാണ്. വിച്ച് മീൻസ് ഞാൻ അതിനെ എങ്ങനെ മാറ്റി എഴുതുന്നു? എ √3 എന്ന് എഴുതുന്നു. എന്താണടാ? എ ഇൻറ്റു √3, എ √3. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ 3 ഇക്വേഷൻ ആണ് പഠിച്ചത്. 6 ഇൻറ്റു എ സ്ക്വയർ, എ ക്യൂബ്, എ √3. ക്ലിയർ? നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ശരി, ദ ലെങ്ത് ഓഫ് എ ഡയഗണൽ ഓഫ് എ ക്യൂബ് വിത്ത് വോളിയം 725. ഓക്കെ, ഒരു എന്താ പറയുന്നത്? ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ 725 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിനെന്തൊക്കെ അറിയാം? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എ ക്യൂബ് ആണ്. ക്ലിയർ? എ ഇൻറ്റു എ ഇൻറ്റു എ എന്ന് പറയുന്ന സാധനമാണ് എന്ത്? എ ക്യൂബ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം ഇനി ഇവിടെ തന്നിരിക്കുന്ന എ ക്യൂബ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എ ക്യൂബ് എന്ന് പറയുന്നതാണ് എന്ത്? 729. ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 729? 9ൻ്റെ ക്യൂബാണ് എന്ത്? 720. സോ 9 ക്യൂബ് ഈസ് ഈക്വൽ ടു 729. സോ അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു, ഒരു സൈഡ് ഈസ് ഈക്വൽ ടു 9 ആണ് നമുക്ക് കിട്ടിയല്ലോ. ശരി, നമുക്കറിയാം ഡയഗണലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? എ √3 അല്ലേ, എ √3. വിച്ച് മീൻസ് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? 9 ഇൻറ്റു √3, ദാറ്റ് ഇസ് 9√3. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. സിമ്പിളാണ്. ഓക്കെ, മെൻസുറേഷൻ എന്ന് പറയുന്ന സാധനം ബേസിക്കലി സിമ്പിളാണ്. അതായത് നമുക്ക് മറ്റ് ടോപ്പിക്സിൽ വെക്കുന്ന പോലെ നമ്മൾ ലോജിക്കലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും പൊതുവെ വരാറില്ല. ഇക്വേഷൻസ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്? ആൻസറിലേക്ക് എത്താൻ പറ്റാറുണ്ട്. ക്ലിയർ ആണല്ലോ? ശരി, സോ നമ്മുടെ ആൻസർ എന്താണ്? ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ആക്ച്വലി നെക്സ്റ്റ് ഫിഗർ ആണ് ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്ക്വയറിൻ്റെ 3 ഡയമെൻഷണൽ ഫോമാണ് ക്യൂബ്. അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളിൻ്റെ, ഇത് ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ 3 ഡയമെൻഷണൽ ഫോമാണ് എന്ത്? ഒരു ക്യൂബോയിഡ്. ഇവിടെ എന്തല്ല? എല്ലാ സൈഡുകളും ഒരുപോലെയല്ല. ആൻഡ് ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ചെറിയ മാറ്റങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, സർഫസ് ഏരിയ എന്താണ്? ഈസിയാണ്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ. സോ അതിന് മുമ്പ് ലെങ്ത്ത്, ഈ താഴത്ത് കാണിച്ചിരിക്കുന്നതാണ് ലെങ്ത്. ഒരു സൈഡിൽ ഏറ്റവും നീളം, ഒരു ഫേസിൽ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് എന്ത്? ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ളതാണ് എന്ത്? ബി, ബ്രെഡ്ത്ത്. പിന്നെ അതിൻ്റെ ഹൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? സോ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്
2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച് വിച്ച് മീൻസ് ഞാൻ ഒന്നും കൂടെ എഴുതാം. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു എച്ച് പ്ലസ് എൽ ഇൻറ്റു എച്ച്. ഇത് മാറ്റി എഴുതാം എച്ച് ആണടാ. എല്ലാ വേരിയബിൾസും നമ്മൾ ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി അടുത്തത് വോളിയം. ഈ ടൈപ്പ് ചെയ്ത ചെറിയ ടെക്സ്റ്റിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സോ ഞാനിവിടെ എഴുതാം വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ ഏരിയ ഓഫ് ബേസ് എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണല്ലോ. അതായത് ബിയും എല്ലും ബ്രെഡ്ത്തും ലെങ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും മക്കളെ? എൽ ഇൻറ്റു ബി, അല്ല ബി ഇൻറ്റു എൽ, എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് കാണിച്ചു തരാം. എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം? ഹൈറ്റ് കൂടെ വേണം. സോ എൽ ബി എച്ച്. ഓക്കെ, ഇവിടെ കണ്ടല്ലോ, ഇത് 1 എന്നായി പോയിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എൽ ആണ്. എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. സോ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി അതുപോലെ ഡയഗണൽ ഇതാ അവിടെ ചെറിയൊരു മൊത്തത്തിലുള്ള സ്ക്വയർ ആണ്. സോ ഡയഗണൽ ഡി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് ചെയ്യുക? മൊത്തത്തിൽ ലെങ്ത്തിന്റെ സ്ക്വയർ എടുക്കുക, ബ്രെഡ്ത്തിന്റെ സ്ക്വയർ എടുക്കുക, ഹൈറ്റിന്റെ സ്ക്വയർ എടുക്കുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക, അതിന്റെ സ്ക്വയർ റൂട്ട് കാണും. ക്ലിയർ ആണല്ലോ? റൂട്ട് കാണും. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നിന്റെയും ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഇതിലെ ക്വസ്റ്റ്യൻ ആണ് ദ ലെങ്ത് ഓഫ് എ ലോങ്ങസ്റ്റ് റോഡ് ദാറ്റ് ക്യാൻ ബി പുട്ട് ഇൻ എ റൂം ഓഫ് ഡയമെൻഷൻ. ശരി, നമുക്ക് എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റൂം ഉണ്ട്. സോ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഞാൻ ഇത് വരച്ചു വന്നപ്പോൾ ഒരു സ്ട്രക്ചറിന് ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതുപോലൊരു റൂം അല്ലെങ്കിൽ ഇതേപോലൊരു സ്ട്രക്ചർ ആണെങ്കിൽ ആ റൂമിൻ്റെ അകത്ത് ഏറ്റവും നീളം കൂടിയ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ ആയിരിക്കില്ലേ? അതായത് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകുന്ന ഇങ്ങനെ ക്രോസ് ആയി പോകുന്ന ഡയഗണൽ ആയിരിക്കില്ല ഏറ്റവും നീളം കൂടിയ ഭാഗം എന്ന് പറയുന്നത്? ഒബ്വിയസ്ലി ആയിരിക്കും. സോ നിങ്ങളോട് ഈ രീതിയിൽ ചോദിച്ചാൽ എന്തിനാണ്? അതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. സോ ഡയഗണൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ഡയഗണൽ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, അല്ലെ? ലെങ്ത് സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. സോ ഇവിടെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? റൂമിന്റെ ഡയമെൻഷൻ ആണ് പറഞ്ഞത് 10 മീറ്റർ ഇൻറ്റു 10 മീറ്റർ ഇൻറ്റു 5 മീറ്റർ, വിച്ച് മീൻസ് ലെങ്ത് 10 മീറ്റർ, ബ്രെഡ്ത്ത് 10 മീറ്റർ ആൻഡ് ഹൈറ്റ് 5 മീറ്റർ. സോ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. 10 സ്ക്വയർ എത്ര മക്കളെ? 10 സ്ക്വയർ 100 ആണ്, പ്ലസ് 100 പ്ലസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 100 പ്ലസ് 100 200, 200 പ്ലസ് 25 എത്രയാണ്? 225. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 225? 15, അല്ലെ? 15. സോ ഡയഗണൽ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 225, ദാറ്റ് ഈസ് 15 മീറ്റർ. എത്ര ആയിരിക്കടാ? 15 മീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഈ രീതിയിലാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇവിടെ ഈസിയാണ്. ഈ ലൈക്ക് അഗെയിൻ ഇക്വേഷൻസ് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് അതിൻ്റെ വാല്യൂസ് പുട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മളിവിടെ സ്ഫിയറിനെ പറ്റിയാണ് പറയുന്നത്. സ്ഫിയർ, വാട്ട് ഈസ് സ്ഫിയർ? സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ബോളാണ്, അല്ലേ? നമുക്ക് നോർമൽ ഒരു ബോളാണ്. ബോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ഫിയർ. ഇവിടെ ഫിഗറിൽ കാണിച്ചത് പോലെ തന്നെ ഒരു ബോൾ ഉണ്ട്. ആ ബോളിന് റേഡിയസ് ഉണ്ട്, അല്ലേ? ഒരു പോയിന്റ്, മിഡിൽ പോയിന്റിൽ നിന്ന് അതിൻ്റെ സർഫസിലേക്ക് വരയ്ക്കുന്ന ഏതൊരു ലൈനും ഇതൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏത് സർഫസിലേക്ക് വരച്ചാലും സെയിം ആയിരിക്കും. അതൊക്കെ എന്താണ്? റേഡിയസ് ആണ്. ക്ലിയർ? ഇതെല്ലാം റേഡിയസ് ആണ്. ഇനി ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയ നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, എന്താണ് നോക്കേണ്ടത്? സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ എന്താണെടാ? 4πr². എന്താണ്? 4πr². ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്ഫിയറിന്റെ വോളിയം, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് പഠിച്ചു വെക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ എടുത്തതിൽ എന്തുണ്ടായിരുന്നില്ല? ഇത്രത്തോളം ഇക്വേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇത്ര ഇക്വേഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു 2D 3Dയിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ഇക്വേഷൻസ് പഠിക്കാൻ തുടങ്ങുന്നത്. സോ ഇക്വേഷൻസിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവാണ് പഠിക്കാൻ. ശരി, വോളിയത്തിൻ്റെ ഇക്വേഷൻ 4/3 πr³ ആണ്. ഓക്കെ മക്കൾ, എന്താണ് ഇതെന്തല്ല 3 അല്ല, പകരം എന്താണ്? 4/3
ആർ ക്യൂബ് എന്നാണ്. ഓക്കെ, ഇത് സ്പെല്ലിംഗ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സോ നമ്മുടെ വോളിയം എത്രയാണ്? 4/3 പൈ ആർ ക്യൂബ്. ആർ എന്താ നമുക്കറിയാലോ, റേഡിയസ് ആണ്. ക്ലിയർ? സോ രണ്ട് ഇക്വേഷൻ, സ്ഫിയറിന്റെ കേസിൽ രണ്ട് ഇക്വേഷൻ, 4πr² സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ്. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ നോക്കാം. If the volume and surface area of a sphere are numerically equal, then the numerical value of the radius of the sphere is. അതായത് ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയയും അതിന്റെ വോള്യവും തുല്യമാണെന്നാണ് പറയുന്നത്. അതായത് നമ്പർ വൈസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റേഡിയസ്, ആ സ്ഫിയറിന്റെ റേഡിയസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സോ ഒന്നുമില്ല, നമുക്ക് രണ്ടിന്റെ ഇക്വേഷൻ അറിയാം. എന്തൊക്കെ അറിയാം? നമുക്ക് വോളിയം അറിയാം. വോളിയം ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. സർഫസ് ഏരിയ 4 പൈ ആർ സ്ക്വയർ ആണ്. സോ 4/3 പൈ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 4 പൈ ആർ സ്ക്വയർ. രണ്ടിലും കോമൺ ആയിട്ടുള്ള പൈ കട്ടായി പോയി, 4ഉം കട്ടായി പോയി. ബാക്കി എന്താ ഉള്ളത്? ആർ ക്യൂബ് ബൈ 3 ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ 3നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ദാറ്റ് ഈസ് ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ ആർ ക്യൂബ് എന്താണ്? ആർ സ്ക്വയർ ഇൻറ്റു ആർ അല്ലേ? സോ ഇവിടെയും 3 ഇൻറ്റു ആർ സ്ക്വയർ തന്നെയല്ലേ വരുന്നത്. സോ ആർ ഈസ് ഈക്വൽ ടു, ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ? ആറ് മാത്രമേ ഉള്ളൂ. ആർ ക്യൂബും ആർ സ്ക്വയറും കട്ടായാൽ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ആർ ഈസ് ഈക്വൽ ടു 3. സോ നമ്മൾ ഇതിലെ റേഡിയസിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 3 ആണ്. 3 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. ക്ലിയർ ആണല്ലോ? സോ ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങളോട് എന്ത് ചോദിക്കും? ഈ വോളിയംസ് വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മറ്റു ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് സിലിണ്ടർ പോലെയുള്ള കാര്യങ്ങൾ. സോ നിങ്ങളോട് പറയും, ഒരു സിലിണ്ടറിന്റെ ഒരു അയൺ ബ്ലോക്ക്, സിലിണ്ടർ വലിയൊരു സിലിണ്ടറിന്റെ അയൺ ബ്ലോക്ക്, അത് ഉരുക്കി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഫിയേഴ്സിന്റെ എണ്ണം എത്ര? സോ ഇവിടേക്ക് എന്താണ് ഈ ഉരുക്കി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന മെറ്റലോ എന്തോ ആയിക്കോട്ടെ അതിന്റെ അളവാണ്. ഇതിനെ നമ്മൾ വോളിയം എന്ന് വിളിക്കുന്നത്. സോ വോളിയം ഇക്വേഷൻ ഈക്വൽ ആക്കിയാൽ മാത്രം മതി. രണ്ട് സ്ഥലത്തും വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ തരും, ലൈക്ക് റേഡിയസോ അല്ലെങ്കിൽ ഹൈറ്റോ പോലുള്ള കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് നിങ്ങൾ ഇത് വെച്ചിട്ട് ഒറ്റൊന്നും മാത്രമേ തരാത്തുണ്ടാവുള്ളൂ, ഒരു വേരിയബിൾ മാത്രമേ തരാത്തുണ്ടാവുള്ളൂ. ആ ഒരു സാധനത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കട്ട് ചെയ്യാണ്. സോ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഒരു സ്ഫിയർ എന്ന് പറഞ്ഞാൽ ബോൾ ആണ്, അല്ലെ 3 ഡയമെൻഷൻ ആണ്. ബട്ട് അതിന് പകരം ഞാൻ അതിനെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യാണ്. ഒരു ബോൾ ഞാൻ ഈക്വലായിട്ട് എന്ത് ചെയ്യണം? പകുതിക്ക് വെച്ച് കട്ട് ചെയ്യാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് വിളിക്കുക? ഹെമിസ്ഫിയർ. ഒരു ബോളിന്റെ പകുതി. സോ ഇവിടെ എന്തുണ്ടാവും? റേഡിയസ് ഉണ്ടാവും അല്ലെ? ഇവിടെ എന്തുണ്ടാവും മക്കളെ? ഇതാണ് എന്ത്? അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അത് ഇങ്ങോട്ടും ഏത് സൈഡിലേക്കും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരി, ഇനി ഇതിനൊരു കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. ശരി, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സർഫസ് ഏരിയ രണ്ട് തരത്തിലാണ് അല്ലേ? ഫസ്റ്റ് പറയുന്നത് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് പറയുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ നിങ്ങൾ നോക്കിയ ഒരു ബോളിന്റെ ഔട്ട് സൈഡ്, ആ ബോളിന്റെ ഔട്ട് സൈഡ് ഏരിയക്ക് നമ്മൾ എന്ത് വിളിക്കുക? കർവ്ഡ് സർഫസ്. നമ്മൾ മുറിച്ച ഭാഗമല്ല, പകരം അതിന്റെ പുറത്തേക്കുള്ള ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? കർവ്ഡ് സർഫസ് ഏരിയ. ദാറ്റ് ഈസ് 2 പൈ ആർ സ്ക്വയർ. എന്താണ് മക്കളെ? 2 പൈ ആർ സ്ക്വയർ ആണ്. ശരി, ഫസ്റ്റ് വൺ അതാണ്. ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ എന്താ വ്യത്യാസം? നേരത്തെ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞത് ഈ പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ കർവ് ആയുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നു. നമ്മൾ മുറിച്ച ഭാഗം നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. വിച്ച് മീൻസ് ഈ ഒരു ഭാഗം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ മുറിച്ച ഭാഗം കൂടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം അത് പെർഫെക്റ്റ് സർക്കിൾ ആയിരിക്കും. ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. സോ നമുക്ക് ഓൾറെഡി എന്തുണ്ട്? കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ടുള്ള 2 പൈ ആർ സ്ക്വയർ ഉണ്ട്. അതിന്റെ കൂടെ ഈ ഒരു സാധനം കൂടെ ആഡ് ചെയ്താൽ പോരെ? അതെന്ന് പറഞ്ഞാൽ എന്താ? പൈ ആർ സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് 3 പൈ, 2 പൈ ആർ സ്ക്വയറും പൈ ആർ സ്ക്വയറും, ദാറ്റ് ഈസ് 3 പൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് ലൈക്ക് ടെക്സ്റ്റിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരി. ഇനി 2 പൈ ആർ സ്ക്വയർ എവിടുന്ന് വന്നു എന്ന് നോക്കണമെങ്കിൽ, അതായത് നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയയുടെ 2 പൈ ആർ സ്ക്വയർ എങ്ങനെ വന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, സ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്രയായിരുന്നുടാ? 4 പൈ ആർ സ്ക്വയർ ആയിരുന്നു അല്ലെ? 4 പൈ ആർ സ്ക്വയർ ആയിരുന്നു. സോ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയല്ലേ? സോ 4 പൈ ആർ സ്ക്വയർ ബൈ 2, ദാറ്റ് ഈസ് 2 പൈ ആർ സ്ക്വയർ. ഇതാണ് അതിന്റെ ഇക്വേഷൻ വന്ന രീതി. ക്ലിയർ പോട്ടെ. ഇതേ മെത്തേഡ് വെച്ചിട്ട് നമുക്കറിയാം വോള്യം. ഓക്കെ, വോള്യം. സ്ഫിയറിന്റെ വോള്യം എന്തായിരുന്നു മക്കളെ? സ്ഫിയറിന്റെ വോള്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 4/3 പൈ ആർ ക്യൂബ് ആണ്. ഇതിന്റെ നേരെ പകുതി ആയിരിക്കില്ലേ ഹെമിസ്ഫിയറിന്റെ നേരെ 4/3
ബൈ 2 പൈ ആർ സ്ക്വയർ ക്യൂബ് ആയിരിക്കില്ലേ? ദാറ്റ് ഇത് കട്ടാകുമ്പോൾ നമുക്ക് എന്ത് വരും? 2/3 പൈ ആർ ക്യൂബ് എന്ന് വരും. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു വെക്കാനുണ്ട്. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ പഠിക്കാനുണ്ട്, കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷനും, അതേപോലെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷനും പഠിക്കാനുണ്ട്. പിന്നെന്താണ്? അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന അളവ് വിച്ച് ഈസ് വോളിയം. വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ? സോ ഈ 3 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Find the total surface area of a hemisphere whose radius is 7 cm. ഓക്കെ ആണല്ലോ? 7 cm ആയി നിൽക്കുന്ന ഒരു 7 cm റേഡിയസ് ഉള്ള ഒരു ഹെമിസ്ഫിയർ, അതായത് സ്ഫിയർ അല്ല, ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. സോ ഞാൻ TSA എന്ന് എഴുതും. നമുക്ക് ഓർമ്മയുണ്ട്, കർവ്ഡ് സർഫസ് ഏരിയയുടെ കൂടെ ഒരു പൈ ആർ സ്ക്വയറും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടിയിട്ടുള്ളത് ദാറ്റ് ഈസ് 3 പൈ ആർ സ്ക്വയർ അല്ലേ? 3 പൈ ആർ സ്ക്വയർ ആണ്. സോ നമുക്ക് തന്ന വാല്യൂസ് ഇതിൽ ആഡ് ചെയ്യാം. സോ 3 ഇൻറ്റു പൈയുടെ വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും തന്നിട്ടില്ലെങ്കിൽ 22/7 ആണ് ആഡ് ചെയ്യേണ്ടത്. 22/7 ആണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ? ആൻഡ് ഇൻറ്റു ആർ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 7 ആണ്. 7 സ്ക്വയറിന് പകരം ഞാൻ 7 ഇൻറ്റു 7 എന്ന് എഴുതാണ്. എന്താണ് ചെയ്യുന്നത്? 7 ഇൻറ്റു 7 എന്ന് എഴുതാണ്. സോ ബാക്കി നമുക്ക് എന്ത് വന്നു? 3 ഇൻറ്റു 22 ഇൻറ്റു അല്ലേ? 3 ഇൻറ്റു 22 ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? ഇൻറ്റു 7 ആണ്. ഓക്കെ, ഇൻറ്റു 7 എത്ര ആൻസർ വരിക? 462. ഓക്കെ, ഇപ്പം എങ്ങനെ 462 എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് വരിക? 22 ഇൻറ്റു 3 എന്ന് പറയുന്നത് നമുക്കറിയാം 66 വരും. സോ 66 ഇൻറ്റു 7 എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിൽ ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 154 ആണ്, ഓപ്ഷൻ ബി 308 ആണ്, ഓപ്ഷൻ സി 462 ആണ്, ഓപ്ഷൻ ഡി 616 ആണ്. ഇതിലെ എല്ലാ നമ്പേഴ്സിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങളിത് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും എന്തില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് 6 ഇൻറ്റു 7 എത്രയാടാ? 42 ആണല്ലേ? 42ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 2 ആണ്. 2 വരുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ? 2 വരുന്ന സി മാത്രമേ ഇവിടെ ഉള്ളൂ. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ടൈമും കൂടെ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, ടൈം മാത്രമല്ല, നിങ്ങൾ വെറുതെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയം നമുക്ക് എന്താ പ്രശ്നം പറ്റും? നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. സോ ബ്രെയിൻ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ബ്രെയിൻ എക്സോസ്റ്റഡ് ആവും, ടെൻഷൻ കൂടും. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ നോക്കുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഗൈൻ സിലിണ്ടർ ആണ്. സിലിണ്ടർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, നിങ്ങൾക്ക് സിലിണ്ടറിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. വിച്ച് മീൻസ് നമ്മുടെ എന്താണ്? ഓക്കെ, ഈ സിലിണ്ടർ നമുക്ക് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. അടിയിലൊരു സർക്കിളാണല്ലേ ഉള്ളത്. ഈ സർക്കിളിൻ്റെ മുകളിലേക്ക് അതേ സർക്കിളിനെ വീണ്ടും ആഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്താ ഇവിടെ ഒരു സിലിണ്ടർ ആവുക. ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സോ സിലിണ്ടറിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക? തരേണ്ടത് നിങ്ങൾക്ക് അതിന് ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് വേണം. ഒബ്വിയസ്ലി 6 വേണം. അതുപോലെ സിലിണ്ടറിൻ്റെ ഹൈറ്റും വേണം. ഈ 2 കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മുകളിലെ 2 ഭാഗങ്ങളും ഫോർ എക്സാമ്പിൾ ഒരു ബിന്നാണ്, ഒരു വാട്ടർ ക്യാരി ചെയ്യുന്ന ബിൻ, അതുപോലുള്ള ഏതെങ്കിലും ഒരു വെസലാണെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഞാൻ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ സോഡ ക്യാൻ, അല്ലെങ്കിൽ നമ്മുടെ 7-അപ്പോ പെപ്സിയോ ഉള്ളതിൻ്റെ അലൂമിനിയം ക്യാൻ. ഈ അലൂമിനിയം ക്യാനിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. ബാക്കി എനിക്ക് എന്തേ ഉണ്ടാവുള്ളൂ? ആ ഒരു വട്ടത്തിലുള്ള അതിൻ്റെ ഒരു മതിൽ പോലുള്ള സാധനം ഉണ്ടാവുള്ളൂ. ഇനി ആ ഒരു സാധനം ഞാൻ ആക്ച്വലി നേരിട്ട് ഒരു ഭാഗത്ത് മാത്രം കട്ട് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഇതാ, ഓക്കെ, ഇത് ഞാനിതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ, ഇത് നൂർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയല്ലേ ഉണ്ടാവുക? ഇതൊരു റെക്റ്റാങ്കിൾ പോലെയോ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു സാധനത്തിൻ്റെ മൊത്തം ഏരിയ ആണ് ചോദിക്കുന്നത്. സംഭവം ഇത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ പോലും നമുക്ക് എന്തില്ല? ശരി, ഇതിന് റെക്റ്റാങ്കിൾ രീതിയിൽ നമുക്ക് ഇവിടെ 6 ആണ് തന്നിട്ടുള്ളത്. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും അല്ല തന്നിട്ടുള്ളത്. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും അല്ല തന്നിട്ടുള്ളത്, പകരം നമുക്ക് 6 ആണ് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എത്രയാടാ? സർക്കംഫറൻസ് ഓഫ് ദ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. നിങ്ങൾക്കറിയാം, സർക്കംഫറൻസ് ഓഫ് ദ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2πr ആണ്. ഓക്കെ, സർക്കംഫറൻസ് ഓഫ് ദ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2πr. ഇതെന്ന് പറയുന്നത് 2πr ആണ്. അത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. സോ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2πrh ആണ്. ഇനി നമ്മൾ ഞാൻ പറയുന്നത് സ്ക്വയർ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നൂർത്തി വെച്ചപ്പോൾ അല്ലേ? നേരത്തെ സർക്കിളിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ പറയുന്നതിൻ്റെ ലെങ്ത് ആയിട്ടുള്ളത്. ഇത് സർക്കിളിൻ്റെ കേസിൽ എന്തായിരുന്നു? സർക്കംഫറൻസ് അല്ലായിരുന്നു
അതെ, സർക്കംഫറൻസ് ആയിരുന്നു. സോ ഇനി ഇതേ ഇൻറ്റു, അല്ലെങ്കിൽ ഇതിന് ഞാൻ എന്തിപ്പോൾ വിളിക്കുന്നു, ലെങ്ത് എന്ന് വിളിക്കുന്നു. ഇതേ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, എന്താ മക്കളെ, ഹൈറ്റ് ആണ്. അഗെയിൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ കിട്ടി. ശരി, ഇനി എന്താ വേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത്, ടോട്ടൽ സർഫസ് ഏരിയ വേണം. നിങ്ങൾക്കറിയാം ഈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ ഞാൻ ഈ ഫിഗറിൽ കാണിക്കുകയാണ്. ഇതാ ഈ ചുറ്റുള്ള ഭാഗം അല്ലേ, ഈ പുറത്തു കൂടെയുള്ള ഭാഗമാണ്. പക്ഷേ ഇനി അതിൻ്റെ കൂടത്തേക്ക് മൊത്തമുള്ള സർഫസ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റും, ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ സോഡാക്കാൻ്റെ മുകളിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത രണ്ട് മുകൾ ഭാഗവും താഴ്ഭാഗവും ഞാൻ തിരിച്ച് ജോയിൻ ചെയ്യാണ്. സോ ആ ഭാഗം കൂടെ ആഡ് ആയി. പക്ഷേ ആ രണ്ട് ഭാഗം എന്തായിരുന്നു, പെർഫെക്റ്റ് സർക്കിൾസ് ആയിരുന്നു. മുകൾ ഭാഗവും താഴ്ഭാഗവും പെർഫെക്റ്റ് സർക്കിൾസ് ആയിരുന്നു. സോ നിലവിൽ ഓൾറെഡി ഉള്ള നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ടുള്ള ടോട്ടൽ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ടോപ്പും ബോട്ടത്തിനുള്ള രണ്ട് സർക്കിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഒന്നാണുള്ളത് അല്ലെ, മുകളിലും താഴെയുണ്ട്, വിച്ച് മീൻസ് 2πr² ആണ്. സോ കർവ്ഡ് സർഫസ് ഏരിയ എന്തായിരുന്നു, 2πrh ആയിരുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, ദാറ്റ് ഈസ് 2πrh പ്ലസ് 2πr². ഇതിൽ നിന്ന് 2π എന്നുള്ളത് കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് 2π ഇൻറ്റു വേറെ എന്തൊക്കെയാണ് വരിക, 2πr ഇൻറ്റു h പ്ലസ് r. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരിക, ഈ മുകളിൽ കാണുന്ന പോലെയാണ്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി. നമ്മൾ ഇക്വേഷൻ കാണാതെ പഠിക്കുന്നതിൽ ഏറ്റവും നല്ലത് ബേസിക് ഐഡിയ. കാരണം നമ്മുടെ മെമ്മറി നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കാരണം മേ ബി മറന്നു പോകും. ബട്ട് അതിൻ്റെ ഐഡിയ അല്ലെങ്കിൽ കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സാധനം കയ്യിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസറിൽ വരാൻ പറ്റും. ശരി, പോട്ടെ. അടുത്തത് നമ്മുടെ വോളിയമാണ്. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെടാ, വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, ഏരിയ ഓഫ് ദ ബേസ് എന്ന് പറയുന്നത് πr² ആണ്. നമുക്കറിയാം സർക്കിൾ ആയതുകൊണ്ട് തന്നെ πr² ആണ്, ഇൻറ്റു ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് πr²h. ഓക്കെ, πr²h. ഇത്രയേ ഉള്ളൂ. അധികം സിലിണ്ടറിൻ്റെ പൊതുവേ കണ്ടുവരാറുള്ളത് വോളിയം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, കോൺ സിലിണ്ടർ കഴിഞ്ഞടുത്ത കോണാണ്. ഓക്കെ, കോൺ എന്ന് പറയുന്ന സാധനം ഇതേപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. കോണിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πrl ആണ്. r എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, r എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ആണ്. l എന്ന് പറയുന്നത് ഓക്കെ, ജസ്റ്റ് സാധനങ്ങൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. നമ്മുടെ റേഡിയസ് റേഡിയസ് ആണ് അല്ലേ, റേഡിയസ് ആണ്. അതുപോലെ h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ l എന്ന് പറഞ്ഞത് എന്താണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, വേർ l ഇസ് ദ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അത് ചരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു കർവിങ് സർഫസ് ഉണ്ടോ, അല്ലെങ്കിൽ ചരിഞ്ഞ് നിൽക്കുന്ന സ്ലാൻഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടോ, ഈ ഒരു ഇതിൻ്റെ ലെങ്ത്തിനെ നമ്മൾ എന്ത് വിളിക്കാം, നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ ഈ സ്ലാൻഡ് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ വായും തന്നെ, സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, നമുക്കിതിൻ്റെ റേഡിയസും അതേപോലെ ഹൈറ്റും അറിയെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, √h² പ്ലസ് r², √height² പ്ലസ് റേഡിയസ്² ആണ്. ശരി, ഇനി കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടി, എന്താണ്, πrl ആണ്. അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണെടാ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πrl എന്ന് പറയുന്നത് നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് അതിൻ്റെ അടിയിലുള്ള ഈ ഒരു ഫിഗർ, അടിയിൽ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ, അതെന്തായിരിക്കും, ഒരു സർക്കിളാണ്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. സോ πrl പ്ലസ് πr². ശരി, ഇനി വോളിയം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വോളിയം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താ, നിങ്ങൾക്ക് സിലിണ്ടറിൻ്റെ വോളിയം ഓർമ്മയുണ്ടെങ്കിൽ ആ സിലിണ്ടറിൻ്റെ വോളിയമാണ് πr²h എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ബേസ് ഇൻറ്റു ഹൈറ്റ്, πr²h വാട്ടവർ. ആൻഡ് അതിൻ്റെ കൂടെ എന്തും കൂടെ വന്നിട്ടേ ഉള്ളൂ, 1/3 അല്ലേ, ദാറ്റ് ഈസ് 1/3 πr²h. ഈ πr²h എന്തിൻ്റെതാടാ, സിലിണ്ടറിൻ്റെതാണ്. വിച്ച് മീൻസ് ഒരേ റേഡിയസും ഒരേ ഹൈറ്റും ഉള്ള ഒരു സിലിണ്ടർ, അല്ലെങ്കിൽ സിലിണ്ടറും കോണും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് നമ്മുടെ 3 കോണിൻ്റെ വോളിയം കൊള്ളും എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ഒരു സിലിണ്ടറിൻ്റെ അകത്ത് നിന്ന് അതേ ഹൈറ്റും അതേ റേഡിയസുമുള്ള 3 കോണുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ക്ലിയർ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The diameter and height of a cone are 14 cm and 24 cm.
ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. ഓക്കെ, നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നുടാ? കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഓക്കെ, പൈ ആർ എൽ എന്നാണ്. ഓക്കെ, എന്താണ് മക്കളെ? പൈ ആർ എൽ എന്നാണ്. The diameter and height of a cone are 14 cm and 24 cm respectively. Find the curved surface area of the cone. So, നമ്മുടെ curved surface area equation എന്തായിരുന്നു മക്കളെ? Curved surface area is equal to pi RL. Okay, pi first എഴുതാം. pi RL ആണ്. സോ എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ്. സോ നമുക്കിവിടെ എൽ തന്നിട്ടില്ല, എൽ കാണണം. ആർ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? ഡയമീറ്റർ 14 ആണെങ്കിൽ ആർ എത്രയായിരിക്കും? അതിൻ്റെ പകുതി 7 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ശരി, ഇനി ഇവിടുത്തെ എൽ ആണ് നമ്മൾ കാണുന്നത്. എൽ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ശരി, സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അത് ആർ സ്ക്വയർ കാണും. ആർ സ്ക്വയർ എത്രയാണ് മക്കളെ? ആർ സ്ക്വയർ എന്നാൽ 7 ആണ്. ഓക്കെ, 7 സ്ക്വയർ ആണ്. സോ നമുക്ക് എന്താ പറയുക? പ്ലസ് വേറെ എന്തും കൂടെ വേണം നമുക്ക്. എച്ച് സ്ക്വയർ ആയിട്ടുള്ള എച്ച് എത്രയാണ്? 24ൻ്റെ സ്ക്വയറും കൂടെ വേണം. സോ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. പ്ലസ് 24ൻ്റെ സ്ക്വയറോ 576 ആണ്. ഓക്കെ, 756 ആണ്. ഇതെല്ലാം കൂടി നമുക്ക് എന്ത് കിട്ടൂടാ? നമുക്ക് 625 എന്ന് കിട്ടും. സോ 625 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? നമുക്കറിയാം 625 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്? എൽ ഈസ് ഈക്വൽ ഞാൻ ഇവിടെ എഴുതുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. ഓക്കെ, 25 ആണ്. ക്ലിയർ? സോ നമുക്ക് എൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി എന്ത് നോക്കിയാൽ മതി? കർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു പൈ. പൈക്ക് എന്ത് പറയുന്നു? 22/7 ഇൻറ്റു ആർ എത്ര നമുക്കുള്ളത്? 7 ആണ്. 7 ഇൻറ്റു എത്ര വരും? 25. 7 കട്ടായി കഴിഞ്ഞു. ബാക്കി എന്താ വരിക? 22 ഇൻറ്റു 25. അഗെയിൻ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാം ലാസ്റ്റ് 2 × 5 എന്നാണ് വരിക. 2 × 5 എന്ന് പറഞ്ഞാൽ 5 × 2 എത്രയാണ്? 10 ആണ്. വിച്ച് മീൻസ് ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ് വരിക. അതേപോലെ വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഇവിടെയുള്ളൂ? 550 എന്ന് പറഞ്ഞ ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഇവിടെയുള്ളൂ? സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 550 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 550 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെൻസുറേഷൻ 3Dയിൽ ഉള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ക്ലാസ് വരും. നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ് കാണാം.